നമ്മൾ ഇന്ന് ഇവിടെ വായിച്ചു കേട്ട വേദഭാഗം വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പാസേജാണ് ഫ്രം ദി ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. അത്രയും വാക്യം കുറച്ച് ദൈർഘ്യമുള്ളത് കൊണ്ട് വീണ്ടും അത് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ ഒരു ഭാഗം നയമാൻ്റെ ജീവിതത്തിലൂടെയും നയമാൻ്റെ സൗഖ്യവും നമ്മളോട് എന്താണ് ഇന്ന് ഈ രാത്രികാലം സംസാരിക്കുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ ഈ ധ്യാനത്തിന് ഞാനൊരു ടൈറ്റിൽ ഇങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുക: ലെസൺസ് ഫ്രം ദ ലൈഫ് ഓഫ് നേമൻ ആൻഡ് ഹിസ് ഹീലിംഗ്. നയമാൻ്റെ ജീവിതവും സൗഖ്യവും എനിക്കും നിങ്ങൾക്കും നൽകുന്ന പാഠങ്ങൾ എന്താണ്? ഈ കാര്യങ്ങൾ മാത്രം ഒന്ന് ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാം. വളരെ പരിചിതമായ ഒരു പാസേജ് ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ സൺഡേ സ്കൂൾ കാലഘട്ടം തൊട്ടേ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ചില ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മനഃപ്പാഠമാക്കി വെക്കുകയും അതിൻ്റെ ഉത്തരവും നമുക്ക് നന്നായിട്ടറിയാം. ആരായിരുന്നു നയമാൻ? നയമാൻ എന്ത് രോഗമാണ് ഉണ്ടായിരുന്നത്? നയമാൻ ആരെ ചെന്ന് കണ്ടപ്പോഴാണ് സൗഖ്യം ലഭിച്ചത്? എന്ത് ചെയ്യണമെന്നാണ് പ്രവാചകൻ ആവശ്യപ്പെട്ടത്? എത്ര പ്രാവശ്യം യോർദാൻ നദിയിൽ മുങ്ങണമെന്ന് പറഞ്ഞു? ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങളുടെ വ്യക്തമായ ഉത്തരം ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം. കാരണം അത്ര ഫെമിലിയർ ആയിട്ട് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വേദഭാഗമാണ് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം മൊത്തത്തിൽ വായിക്കുമ്പോൾ. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വചനധ്യാനത്തിൻ്റെ സമയം ഒന്ന് ക്രമീകരിക്കുവാൻ വേണ്ടി 15 വരെയുള്ള വാക്യങ്ങൾ മാത്രമാണ് ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. ആരൊക്കെയാണ് ഈ ഭാഗത്തെ പ്രധാന കഥാപാത്രങ്ങൾ? ഈ അധ്യായം തുടങ്ങുന്നത് അരാം രാജാവിനെ കുറിച്ച് പറഞ്ഞ. അതുകൊണ്ട് ഒന്നാമത്തെ ഇവിടുത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് കിങ് ഓഫ് എയ്റാം, അരാം രാജാവാണ്. 2, അരാം രാജാവിൻ്റെ സേനാപതിയായി പ്രവർത്തിച്ചിരുന്ന നയമാൻ, ഹൂ ഇസ് ദ ഹീറോ ഓഫ് ദ പാസേജ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന ഈ ഒരു വേദഭാഗത്തിൻ്റെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് നയമാനാണ്. 3-മതായി നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് നയമാൻ്റെ ഭവനത്തിൽ അടിമ വേലയ്ക്കായി പിടിക്കപ്പെട്ടുകൊണ്ട് വന്ന പെൺകുട്ടിയാണ്. 4-മതായി നമ്മളിവിടെ വായിക്കുമ്പോൾ നയമാൻ്റെ ഭാര്യയെക്കുറിച്ചൊരു പാസിംഗ് റെഫറൻസ് അവിടെയുണ്ട്. പിന്നെ ഈ ഭാഗത്ത് എലീശ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. ഇസ്രായേൽ രാജാവിനെ കുറിച്ച് ഒരു പരാമർശമുണ്ട്. നയമാൻ്റെ ഭൃത്യന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇത്രയും പേര് നമ്മൾ വായിക്കുന്ന 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. പിന്നെ എലീശ പ്രവാചകൻ്റെ ഭൃത്യനായിരുന്ന ഗേഹസിയെക്കുറിച്ചൊക്കെ അതിനുശേഷമുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ നമ്മളുടെ ഒരു ഡിവോഷന് വേണ്ടി എടുത്തിരിക്കുന്ന ഭാഗം അത് വരാത്തത് കൊണ്ട് മറ്റ് ഞാൻ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയത്തിൽ കടന്നു വരുന്നവർ. ഇവിടുത്തെ 1-ാം വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയത് കൊണ്ട്. എനിക്ക് ആ ഒരു വാക്യത്തിൻ്റെ ആരംഭം വായിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വളരെ ബ്യൂട്ടിഫുള്ളിയാണ് ആ വേഴ്സ് അവിടെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവയായ ദൈവം അരാമിന് ജയം നൽകിയത് കൊണ്ട്. അവിടെ അരാം രാജാവിനെക്കുറിച്ചും നയമാനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള പരാമർശം ഞാൻ ഈ വായിച്ച അത്രയും ഭാഗത്ത് വന്നു കഴിഞ്ഞു. ഈ ആദ്യം ഈ ഒരു വാക്യം വായിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത ഇതാണ്: ആ രാജ്യത്തെ രാജാവിന് കിട്ടേണ്ടുന്ന ഒരു വലിയ ക്രെഡിറ്റാണ് ഒരു യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ. എന്നാൽ അവിടെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ് യഹോവയായ ദൈവം അരാം രാജാവിന് ജയം നൽകിയത് നയമാൻ എന്ന സേനാപതിയിലൂടെയാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ത്രൂ ഹിം കിങ് എയ്റാം വാസ് ഗിവൺ വിക്ടറി എന്ന് എഴുതിയിരിക്കുന്നത്. ത്രൂ ഹിം, മറ്റൊരുവനിലൂടെ ആ രാജ്യത്തിന് വിജയം നൽകിയെന്ന് ആ ഭാഗത്ത് പറയുന്നു. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നൊരു ചിന്ത ഇതാണ്: നമ്മുടെയൊക്കെ ജീവിതത്തിലെ വിജയങ്ങളുടെ പിന്നിൽ, നമ്മുടെയൊക്കെ പലപ്പോഴുമുള്ള സന്തോഷത്തിൻ്റെ പിന്നിലൊക്കെ അനേകരെ മുഖാന്തരമായി ദൈവം തമ്പുരാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ അരാം രാജാവിൻ്റെ വിജയത്തിന് പിന്നിൽ നയമാനിലൂടെ വിജയം നൽകി, അല്ലെങ്കിൽ നയമാനെ മുഖാന്തരമായി ഉപയോഗിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. വിച്ച് ഇസ് എ ഗ്രേറ്റ് സ്പിരിച്വൽ ഇൻസൈറ്റ് ആസ് ഫാർ ആസ് ബിലീവേഴ്സ് ആർ കൺസേൺഡ്. എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു വസ്തുത ഇതാണ്: നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷത്തിനും സമാധാനത്തിനും ഒരുപക്ഷെ സമൃദ്ധിക്കും എല്ലാ വിജയങ്ങളുടെയും പിന്നിൽ മുഖാന്തരമായി ദൈവം തമ്പുരാൻ ഉപയോഗിക്കുന്ന ധാരാളം പേരുണ്ട്. പലപ്പോഴും നമ്മുടെ അകക്കണ്ണുകളെ തുറന്ന് അവരെ ഒന്ന് കാണുവാനോ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരിലൂടെ അനുഭവിക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സോ ത്രൂ മെനി അതർ പീപ്പിൾ ഗോഡ് വിഷസ് ടു ഗ്രാൻഡ് us ഹാപ്പിനെസ്, പീസ്, ജോയ്. നമ്മുടെ ജീവിതത്തിലെ അനേക നേട്ടങ്ങളിലും മറ്റുള്ളവരെ മുഖാന്തരമായി ഉപയോഗിക്കുന്ന ദൈവം. None of us are self-made individuals.
അതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കുന്നത്. ഏത് ജാതിയോ മതത്തിലോ ഒക്കെ വിശ്വസിക്കുന്നവരായിരുന്നാലും ദർ ഇസ് എ ബേസിക് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് വി ഓൾ നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. നൺ ഓഫ് us ആർ സെൽഫ് മെയ്ഡ് ഇൻഡിവിജ്വൽസ്. നമ്മൾ ആരും സെൽഫ് മെയ്ഡായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നവരല്ല. അത് എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, അദ്ദേഹം എപ്പോഴും പറയും അതിനെ മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മളൊക്കെ ജനിച്ച് വളരുന്ന സമയത്ത് എത്രയോ പേരുടെ കരുതലും വാത്സല്യവും സ്നേഹത്തിലൂടെയാണ് നമുക്ക് വളരുവാനായിട്ട് സാധിച്ചത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഫിസിക്കൽ ഹെൽത്തിൻ്റെ പിന്നിൽ, നമുക്കുള്ള എഡ്യൂക്കേഷൻ്റെ പിന്നിൽ, നമ്മൾ ഇതുവരെ കൈവരിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുണ്ടെങ്കിൽ അത്, നമ്മൾക്ക് ഒരു കരിയർ ഉണ്ടെങ്കിൽ അവിടെ, എവിടെയുമായിരുന്നോട്ടെ ദൈവം മുഖാന്തരമായി ഉപയോഗിച്ച അനേകരുടെ സാന്നിധ്യമാണ് എന്നെയും നിങ്ങളെയും ഇന്ന് എവിടെയായിരിക്കുന്നോ അവിടെ നിർത്തിയിരിക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്ന നന്മകളുടെ പിന്നിലും. ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ നമുക്കറിയാം, ഒരു 3 വയസ്സുള്ളൊരു കുഞ്ഞ് തന്നെത്താൻ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് പാലിനകത്ത് ഹോർലിക്സ് കലക്കി കുടിക്കത്തില്ല. ആ കുഞ്ഞിൻ്റെ അപ്പനോ അമ്മയോ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. പിന്നീട് അങ്ങോട്ടുള്ള വഴികളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് ചുറ്റിനുമുള്ള അനേകരുടെ സാന്നിധ്യമാണ് നമ്മളെ ഓരോരുത്തരെയും ഇന്ന് ഓരോ സ്ഥാനത്താക്കിയിരിക്കുന്നത്. ഇവിടെ അരാം രാജാവിന് ലഭിക്കേണ്ടുന്ന ക്രെഡിറ്റിന് വ്യക്തമായി വചനം പറയുകയാണ്, നയമാൻ മുഖാന്തരം അരാം രാജാവിന് വിജയം നൽകിയത് കൊണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളുടെയും പിന്നിൽ ദൈവം തമ്പുരാൻ അനേകരെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. പലപ്പോഴും നമുക്കൊരു ടെൻഡൻസി ഉണ്ട്, എന്തെങ്കിലും ഒരു അക്കംപ്ലിഷ്മെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എൻ്റെ മിടുക്ക് കൊണ്ട് എന്ന് ചിന്തിക്കാൻ. അങ്ങനെ അരാം രാജാവിന് ഒരു തെറ്റിദ്ധാരണ വരാതിരിക്കാനാണ് ഇവിടെ പറയുന്നത്, ത്രൂ നാമാൻ, നയമാനിലൂടെ വിജയം നൽകിയത് കൊണ്ട്. ഇനി എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? നയമാനെ മഹാനും മാന്യനുമായി രാജാവ് എണ്ണി എന്ന് പറഞ്ഞാൽ ഈ രാജാവിന് ഒരു ഗുണമുണ്ടായിരുന്നു, തനിക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ യുദ്ധം ജയിച്ചു വരുന്നതിൻ്റെ വിജയത്തിന് പിന്നിൽ തൻ്റെ സേനാപതിയാണെന്ന് ഈ രാജാവ് മനസ്സിലാക്കി. ആൻഡ് ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ക്വാളിറ്റി ദാറ്റ് വി നീഡ് ടു ഹാവ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ പിന്നിൽ അനേകർ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് നന്ദിയോടെ സ്മരിക്കുവാൻ നമുക്കും സാധിക്കണം. അതുകൊണ്ട് ഈ മനുഷ്യനെ മഹാനും മാന്യനുമായി എണ്ണുവാൻ അരാം രാജാവിന് സാധിച്ചു. പിന്നെ അവിടെ എഴുതിയിരിക്കുന്നു, അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗി ആയിരുന്നു. നയമാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തെ മനസ്സിലാക്കുവാൻ ഈ ഒരൊറ്റ വാക്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നയമാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയും ജീവിതത്തെയൊക്കെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നയമാനെക്കുറിച്ച് നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ നിന്ന് ഒന്ന് ഗ്രഹിക്കുവാനായിട്ട് ശ്രമിച്ചാൽ, ഹി വാസ് എ മാൻ ഓഫ് ഗ്രേറ്റ് വെൽത്ത്, നല്ല സമ്പത്തുള്ള ഒരു മനുഷ്യനായിരുന്നു. വൺ ഓഫ് ദ ടോപ്പ് പൊസിഷൻസ് ഇൻ ദ കൺട്രിയാണ്. രാജാവിൻ്റെ ആർമിയുടെ സേനാപതി എന്ന് പറഞ്ഞാൽ കമാൻഡറാണ്, ആർമിയുടെ ഒരു ടോപ്പ് പൊസിഷനാണ്. വെരി ക്ലോസ് ടു ദ കിങ്, രാജാവിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ വളരെയധികം പ്രസിദ്ധിയുണ്ട്, മറ്റുള്ളവരാൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്, പല നേട്ടങ്ങൾ ഇതുവരെ കൈവരിച്ചിട്ടുണ്ട്. ഒരു ശരാശരി മനുഷ്യൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നയമാൻ. നിങ്ങളെല്ലാവരും എന്നോട് കൂടി ആ കാര്യത്തിൽ യോജിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം ആ ഒരൊറ്റ വാക്യത്തിൽ തന്നെ ആരായിരുന്നു നയമാൻ എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് ഡെസിഫർ ചെയ്തെടുക്കാൻ പറ്റുന്ന ചില പോയിന്റ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇവിടെ ആ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ പരാക്രമശാലി എങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു. ഹീ വാസ് എ വാലിയന്റ് സോൾജർ ബട്ട് ഹീ ഹാഡ് ലെപ്രസി. ഹീ വാസ് എ വാലിയന്റ് സോൾജർ ബട്ട് ഹീ ഹാഡ് ലെപ്രസി. ആ വാക്യത്തിൻ്റെ അവസാനം കൊണ്ടുവന്ന് നിർത്തുന്നത് അങ്ങനെയാണ്. അതുവരെ നയമാനെക്കുറിച്ച് വായിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വളരെയധികം പ്രൈഡ് തോന്നുന്നതാണ്. എന്നാൽ അതിൻ്റെ അവസാനം കൊണ്ടുവന്ന് നിർത്തുന്നത് ബട്ട് ഹീ ഹാഡ് ലെപ്രസി എന്നുള്ളതാണ്. അവൻ പരാക്രമശാലി എങ്കിലും അവൻ കുഷ്ഠരോഗി ആയിരുന്നു. വേദപുസ്തകത്തിൽ ഇങ്ങനെ ചേർത്തിരിക്കുന്ന പല ഭാഗങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൽ 6-7 വാക്യങ്ങൾ വായിച്ചാൽ സെക്കരിയ പുരോഹിതനെ കുറിച്ചും തൻ്റെ ഭാര്യയായിരിക്കുന്ന എലിസബത്തിനെ കുറിച്ചും പറയുന്നു. ബോത്ത് ഓഫ് ദം വർ റൈച്ചസ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്, ദേ ഒബെയ്ഡ് ലോർഡ്സ് കമാൻഡ്സ് ആൻഡ് ഡിക്രീസ് ബ്ലെയിംലെസ്ലി ബട്ട് ദേ വർ ചൈൽഡ്ലെസ്. അതായത് അതിൻ്റെ ആദ്യ ഭാഗത്തിൽ അവരെക്കുറിച്ച്, അവരുടെ ജീവിതത്തിൻ്റെ വളരെ മനോഹരമായ സവിശേഷതകളെക്കുറിച്ചാണ് പറയുന്നത്. ഇരുവരും നീതിമാന്മാരായിരുന്നു, നീതിയുള്ളവരായി കണക്കിടപ്പെട്ടു, ദൈവത്തിൻ്റെ സകല കൽപ്പനകൾ അനുസരിച്ചിരുന്നവരായിരുന്നു, കുറ്റമില്ലാത്തവരായി അനുസരിച്ചിരുന്നവരായിരുന്നു. ബട്ട് ദേ വർ ചൈൽഡ്ലെസ്. ജീവിതത്തിൻ്റെ നൊമ്പരത്തെ കൊണ്ടുവന്നാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും, നമ്മുടെയൊക്കെ പലരുടെയും ജീവിതത്തെ ഇത്തരത്തിൽ ഡിഫൈൻ ചെയ്യാൻ നമുക്കും സാധിക്കും. എല്ലാം ഉണ്ട് ജീവിതത്തിൽ, സമൃദ്ധിയുണ്ട്, സമ്പത്തുണ്ട്,
ചുറ്റിനും ആൾക്കാരൊക്കെ ഉണ്ട്, നേടണമെന്ന് വിചാരിച്ച പലതും നേടിയിട്ടുണ്ട്, മനോഹരമായ ഒരു വീടുണ്ട്, ജീവിക്കാൻ മക്കൾക്കൊക്കെ നല്ല നിലയിൽ എത്തുവാനായിട്ട് സാധിച്ചു. എങ്കിലും നൊമ്പരപ്പെടുത്തുന്ന ചില ഫാക്ടേഴ്സ് നമ്മളെയൊക്കെ ഭരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം, പലപ്പോഴും എല്ലാമുണ്ട്, എങ്കിലും there is something that is hurting us. നമ്മളെ വേദനിപ്പിക്കുന്ന എന്തോ ഒന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഇവിടെ നയമാനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കും, സമ്പത്തുണ്ട്, സമൃദ്ധിയുണ്ട്, പേരുണ്ട്, നേട്ടങ്ങളുണ്ട്, എങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നെന്ന് പറയുന്നു. ആൻഡ് കുഷ്ഠരോഗം എന്ന് പറയുന്ന ഒരു രോഗം അവനെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു രോഗമാണ്, ഓസ്ട്രസൈസ്ഡ് ഫ്രം ദ സൊസൈറ്റി. നമ്മൾ ഈ പറയുന്ന സമ്പത്തും സമൃദ്ധിയും നേട്ടങ്ങളും ഒക്കെ ശരിക്കും ഒരു സൊസൈറ്റിയുടെ ഭാഗമായി നിന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ടുന്നതാണ്. നമുക്കൊരു നേട്ടമുണ്ടാകുമ്പോൾ മറ്റു മനുഷ്യരോട് കൂടി അല്ലാതെ നമ്മൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? പക്ഷേ നയമാൻ അതിന് സാധിക്കുന്നില്ല, കാരണം അവൻ്റെ രോഗം അതിന് തടസ്സമായി നിൽക്കുക. അപ്പോൾ എന്തോരം വേദനയിലൂടെ ആയിരിക്കാം ഈ മനുഷ്യൻ കടന്നു പോകുന്നത്. കാരണം എന്തൊക്കെ ഉണ്ട് ഒരു വശത്ത് എന്ന് പറയുമ്പോഴും ഈ ഒരു രോഗം കാരണം മറ്റുള്ളവരിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ. ഈവൻ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് പോലും ഒരുപക്ഷെ നയമാൻ ഐസൊലേറ്റഡ് ആണ്, അല്ലേ, ക്വാറന്റൈൻഡ് ആണ്, ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു ജീവിതത്തിലാണ് നയമാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നയമാൻ സേനാപതി ആയതിനു ശേഷമാണ് ഈ രോഗം വന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രൈം പൊസിഷനിൽ എത്തിയതിന് ശേഷമാണ് ഈ രോഗം വന്നത്. നമ്മളിനിയും എലീശ പ്രവാചകൻ പറയുന്ന ഒരു വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, മുൻപിലത്തെ പോലെ എന്നവിടെ പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നേരത്തെ കുഷ്ഠരോഗമുള്ളൊരു വ്യക്തി ആയിരുന്നില്ല, പിന്നീടാണ് ഈ ഒരു രോഗം ഡെവലപ്പ് ചെയ്തത്. വാട്ട് എവർ ഇറ്റ് ഈസ് ദ ടൈം ലൈൻ, അത് നമുക്കറിയത്തില്ലെങ്കിൽ പോലും എല്ലാം ഉള്ളപ്പോഴും അതിനെ ഒന്ന് ശരിക്ക് ആഘോഷിക്കുവാൻ പറ്റാത്ത ഒരവസ്ഥ നയമാൻ്റെ ജീവിതത്തിൽ. നമ്മുടെയൊക്കെ ജീവിതവുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പലപ്പോഴും വളരെ സാമ്യം നമുക്ക് തോന്നാം. എല്ലാം ഉണ്ട്, എങ്കിലും നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന, മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന് ഇടപഴകാൻ പറ്റാത്ത, മറ്റുള്ളവരുടെ മുൻപിലായിരിക്കുമ്പോൾ സന്തോഷിക്കാൻ പറ്റാത്ത, മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത എന്തൊക്കെയോ നമ്മുടെ ഉള്ളിൽ നമ്മളെ അലട്ടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനിയും അടുത്ത വാക്യത്തിൽ ഈ പാസേജിനകത്തെ തന്നെ ഒരു പ്രൈം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. 2-ാം വാക്യം, അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. ദ സെക്കൻഡ് പേഴ്സൺ, നയമാൻ്റെയും ഈ പറയാൻ പോകുന്ന കഥാപാത്രത്തിൻ്റെയും ജീവിതം തമ്മിലൊന്ന് താരതമ്യം ചെയ്യുമ്പോഴാണ് ആ ഒരു ഇംബാലൻസ് എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അരാമ്യർ കവർച്ചപ്പടയായി ഇസ്രായേൽ ദേശത്ത് നിന്ന് പിടിച്ചുകൊണ്ട് വന്ന ഒരു പെൺകുട്ടി, നോ നെയിം, നോ ഏജ്, ഫാമിലി ഏതാണെന്നോ ഒന്നും നമുക്കറിയത്തില്ല, പേര് മെൻഷൻ ചെയ്യുന്നില്ല, പ്രായം എന്തെന്ന് നമുക്കറിയത്തില്ല, അവളുടെ കുടുംബം ഏതെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഈ പെൺകുട്ടിയെക്കുറിച്ച് അവിടെ മറ്റൊരു കാര്യം പറയുന്നു, അവൾ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്ത് വന്നു. ഞാൻ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയെ ഒന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക. നയമാനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, എന്നാൽ ഈ പെൺകുട്ടിയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കണം. ബാല്യകാലം ഏറ്റവും അധികം സന്തോഷിക്കേണ്ടുന്ന സമയമാണ് ജീവിതത്തിൽ. കൂട്ടുകാരുമൊത്ത്, വീട്ടുകാരുടെ വാത്സല്യത്തിൽ, സ്നേഹത്തിൽ, സ്നേഹപൂർവ്വമുള്ള ശാസനയിലൊക്കെ വളരേണ്ടുന്ന ഒരു പ്രായത്തിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കവർച്ചപ്പടയായി ചെന്നവർ പിടിച്ചുകൊണ്ട് വന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ആ പിടിച്ചുകൊണ്ട് വന്നു എന്ന് പറയുന്ന വാക്കിൽ തന്നെ അതിനോട് ചേർന്ന് വരാവുന്ന എല്ലാ വ്യഥയും നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കാതെ മറ്റാരെങ്കിലും എന്തെങ്കിലും പിടിച്ചെടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ആ ഒരു പിടിച്ചുകൊണ്ട് പോകുന്ന ബൈ ഫോഴ്സ്, വെൻ സംതിങ് ഇസ് ടേക്കൺ അവേ ഫ്രം യുവർ ലൈഫ്, ഹൗ ഡു യു റെസ്പോണ്ട് ടു ഇറ്റ്? ഇവിടെ ഈ പെൺകുട്ടിയുടെ ചൈൽഡ്ഹുഡ് തന്നെ, ബാല്യം തന്നെ പിടിച്ചെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവളുടെ വീട്ടുകാരിൽ നിന്നുള്ള സെപ്പറേഷൻ, ഒരുപക്ഷെ സഹോദരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവരുമായി കളിച്ചു നടക്കേണ്ടുന്ന പ്രായത്തിൽ അവിടെ നിന്ന് പറിച്ച് മറ്റൊരു ദേശത്ത്, പരിചയമില്ലാത്തൊരു ഭവനത്തിൽ, ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. സ്നേഹിക്കാനല്ല കൊണ്ടുവന്നിരിക്കുന്നത്, വാത്സല്യം കൊടുക്കുവാനല്ല കൊണ്ടുവന്നിരിക്കുന്നത്, അടിമ വേലയ്ക്കായി പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന പെൺകുട്ടി. ഒരു വശത്ത് എല്ലാ അധികാരങ്ങൾക്കും അവകാശങ്ങൾക്കും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന നയമാൻ, എന്നാൽ ഇക്കരെ സൈഡിൽ നിൽക്കുന്ന പെൺകുട്ടി മറ്റുള്ളവരുടെ കൽപ്പനകൾ അനുസരിക്കുവാൻ മാത്രം വിധിക്കപ്പെട്ടവൾ. അവളുടെ അവകാശങ്ങൾ പോലും അവൾക്കൊരു പക്ഷേ ഇവിടെ ആരോടും പറയാനായിട്ട് പറ്റില്ല. എന്ത് കൽപ്പിക്കുന്നോ അത് ചെയ്യുക. അത് വൃത്തിക്ക് ചെയ്താലും ഇല്ലെങ്കിലും വൈകുന്നേരം കിട്ടുന്ന ശാസനയുമായിട്ട് കണ്ണുനീരോടുകൂടെ ഉറങ്ങാൻ പോവുക. ഇതൊക്കെയാണ് ഈ ഒരു പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ എഴുതി ചേർത്തിരിക്കുന്നു, അവൾ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്ത് വന്നു.
എന്നെ ഏറ്റവും ചിന്തിപ്പിക്കുന്ന ഒരു വാക്കതാ. അവൾ ആ വീട്ടിൽ അടിമ വേല ചെയ്തുവെന്നല്ല വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അവൾ നയമാൻ്റെ ഭാര്യ പറഞ്ഞ എല്ലാ ജോലിയും ചെയ്തുവെന്നല്ല എഴുതിയിരിക്കുന്നത്. ശുശ്രൂഷ ചെയ്തു വന്നു. ഷീ സെർവ്ഡ് നെയ്മൻസ് വൈഫ് എന്ന് എഴുതിയിരിക്കുന്നത്. ശുശ്രൂഷ എന്ന് പറയുന്ന വാക്ക് ഈ പെൺകുട്ടിയെ മൊത്തത്തിൽ ഡിഫൈൻ ചെയ്യുകയാണ്. ജീവിതത്തോടുള്ള അവളുടെ പ്രതികരണത്തെ, ഇതുവരെ അവൾക്കുണ്ടായിട്ടുള്ള അനുഭവത്തോട് അവൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ വാക്കാണ് അവൾ ശുശ്രൂഷ ചെയ്തു എന്ന് പറയുന്നത്. ജോലി ചെയ്തുവെന്നല്ല, പണി ചെയ്തെന്നല്ല, പറഞ്ഞ കാര്യങ്ങൾ ചെയ്തെന്നല്ല, അവൾ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. ജോലിയും ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ഒരു ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടുന്നൊരു കാര്യം, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമ്മുടെ പ്രതികരണം ശുശ്രൂഷ മനോഭാവത്തോടു കൂടിയാണെങ്കിൽ we are going to make an impact in the place where God has placed us. ദൈവം നമ്മെ ആക്കിയിരിക്കുന്നിടത്ത് you can make an impact if you have this attitude of service. ശുശ്രൂഷ മനോഭാവം ഉള്ളവന് മാത്രമേ മറ്റൊരുവൻ്റെ ജീവിതത്തിൽ ഒരു ഇമ്പാക്റ്റ്, ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് ഈ പെൺകുട്ടിക്കും ഇവിടെ സാധ്യമായി തീരുന്നത്. അവൾ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു. ഷീ ഹാഡ് ഇനഫ് പെയിൻ ഓഫ് ഹർ ഓൺ. ചിന്തിച്ച് നോക്കിയേ, എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ഈ പെൺകുട്ടിക്ക് വിഷമത്തോടുകൂടി ഒരു രാത്രി ഉറങ്ങാമായിരുന്നു, അല്ലെങ്കിൽ എല്ലാ രാത്രികളും ഉറങ്ങാം. അവൾക്കൊരു സർട്ടനിറ്റിയും ഇല്ല, ഒരു പ്രത്യാശയും ഇല്ല ഇനിയും തിരിച്ചു മടങ്ങി അവളുടെ രാജ്യത്തേക്ക് പോകുമെന്ന്, ഇനിയും അവളുടെ അപ്പനെയും അമ്മയും കാണുമെന്ന്, അവൾ കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരോടൊപ്പം ഇനിയൊരു സമയമുണ്ടാകുമെന്ന്. നോ ഹോപ്പ് അറ്റ് ഓൾ, നോ സർട്ടനിറ്റി, യാതൊരു നിശ്ചയവുമില്ല. പക്ഷേ അവളായിരിക്കുന്ന ഇടത്ത് ദൈവം നൽകിയ ഓരോ ദിവസവും ഏൽപ്പിച്ചിരിക്കുന്ന യജമാനത്തിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ മനസ്സ് കാണിക്കുന്ന പെൺകുട്ടി. ജോലിയും ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കിയിരിക്കണം. പണം ഇച്ഛിക്കാതെ, പ്രതിഫലം ഇച്ഛിക്കാതെ നമ്മൾ കൊടുക്കുന്നതാണ് ശുശ്രൂഷ. 5 മണിക്ക് ലീവ് ചെയ്യണമെന്ന് പറയുമ്പോൾ 6 മണിയോ 7 മണിയോ വരെ ഇരുന്ന് ചെയ്യണമെന്ന് പറഞ്ഞൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ പിറുപിറുപ്പില്ലാതെ ചെയ്യുന്നതാണ് ശുശ്രൂഷ. ഏത് അർദ്ധരാത്രിയിലും മറ്റൊരാളൊരു സഹായം ചോദിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ മാറ്റിവെച്ച് ഇറങ്ങിത്തിരിക്കുന്നതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. ആൻഡ് ദെയർ ഇസ് ജോയ് ഇൻ സർവീസ്. കണക്ക് പറച്ചിലില്ലാത്തതാണ് ശുശ്രൂഷ. അതാണ് ഈ പെൺകുട്ടി ചെയ്തത്. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഇവളെ സംബന്ധിച്ച് ആ വീട്ടിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും അവൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അവളോട് എന്ത് ആജ്ഞാപിക്കുന്നോ അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്താൽ മതി. അതാണ് ഒരു അടിമയെക്കുറിച്ച്, ഒരു സ്ലേവ് ഗേളിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അതാ. എന്നാൽ ഷീ വാക്സ് ദറ്റ് എക്സ്ട്രാ മൈൽ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹേർട്ടിങ് ഹെർ മിസ്ട്രസ്. തൻ്റെ യജമാനത്തിയെ വേദനിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാനുള്ള വാഞ്ച ഈ കുട്ടിയുടെ ഉള്ളിലുണ്ടായത് ഈ ശുശ്രൂഷ മനോഭാവം ഉള്ളത് കൊണ്ടാണ്. കാരണം തൻ്റെ യജമാനത്തിയുടെ മുഖം വാടിയിരിക്കുക, യജമാനത്തിക്ക് യജമാനനെ കാണാൻ പോലും പറ്റുന്നില്ല. വലിയ നേട്ടങ്ങൾ കൊയ്ത് ഭവനത്തിൽ വരുന്ന യജമാനൻ്റെ അടുത്ത് പോയി ഇരിക്കാൻ ഈ ഭാര്യയ്ക്ക് സാധിക്കുന്നില്ല, ഒരുമിച്ച് സന്തോഷിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ യജമാനത്തിയുടെ മുഖം വാടിയിട്ടുണ്ടാവും. ആ മുഖത്തിൻ്റെ വാട്ടം, അതിൻ്റെ കാരണം അന്വേഷിക്കാൻ ഈ പെൺകുട്ടി ശ്രമിക്കുക ചെയ്യുന്നത്. ഷി വാസ് സെൻസിറ്റീവ് ഇനഫ് ടു നോ ദ നീഡ് ഓഫ് ഹർ മിസ്ട്രസ്. അവളായിരിക്കുന്ന ആ ഭവനത്തിൻ്റെ ആവശ്യം എന്തെന്നറിയാൻ തക്കവണ്ണം അവൾ സെൻസിറ്റീവ് ആയിരുന്നു. രണ്ടാമത്, ഷി വാസ് സെൻസിബിൾ ഇനഫ് ടു ഓഫർ എ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. അവൾ സെൻസിറ്റീവ് ആയി എന്ന് മാത്രമല്ല, ഷി വാസ് ഓൾസോ സെൻസിബിൾ ഇനഫ്. അതുകൊണ്ടാണ് എൻ്റെ യജമാനൻ ശമരിയയിലുള്ള പ്രവാചകനെ ചെന്നൊന്ന് കണ്ടായിരുന്നെങ്കിൽ അവൻ്റെ കുഷ്ഠത്തിനൊരു മാറ്റം വന്നേനെ. അതൊരു ഓഫറിങ് എ സൊല്യൂഷനാണ്. എന്താണോ തൻ്റെ യജമാനത്തിയുടെ മുഖത്തിൻ്റെ വാട്ടത്തിന് കാരണം, തൻ്റെ യജമാനൻ്റെ രോഗത്തിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയപ്പോൾ അവൾ ഓഫർ ചെയ്യുകയാണ് ഒരു സൊല്യൂഷൻ. ഇത് ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ നയമാൻ്റെയും ഈ പെൺകുട്ടിയുടെയും ജീവിതത്തെ ഇങ്ങനെയൊന്ന് വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുക. എല്ലാം ജീവിതത്തിലുണ്ട്. ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന, ഭൗതികമായി ആഗ്രഹിക്കുന്നതെല്ലാം ജീവിതത്തിലുണ്ട്. എങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു. എല്ലാ വേദനകളും ജീവിതത്തിലുള്ള പെൺകുട്ടി, എങ്കിലും അവൾ ഒരു അനുഗ്രഹമായി തീർന്നു. എത്ര വ്യത്യസ്തമാണ് യജമാനൻ്റെയും അടിമ പെൺകുട്ടിയുടെയും ജീവിതത്തോടുള്ള, അല്ലെങ്കിൽ ജീവിതത്തിലുള്ള അവസ്ഥയെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. ജീവിതത്തിൽ എല്ലാം ശരിയായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകാം എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്, അല്ലേ? നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് മാറട്ടെ, വി വിൽ ബി ബ്ലെസ്സിങ്സ്. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. ഈ അടിമയായ പെൺകുട്ടിയുടെ ജീവിതത്തിൽ എല്ലാം പ്രശ്നങ്ങളാണ്. ഒന്നും നോക്കിയാൽ സന്തോഷിക്കാനുള്ള വക അവൾക്കില്ല. പക്ഷേ അവൾ ആ ഭവനത്തിൽ ഒരു അനുഗ്രഹമായി തീരുക. അവൾ ആ വീടിൻ്റെ ഏറ്റവും വലിയ വേദനയുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്കൊരു അനുഗ്രഹമായി തീരുകയാണ്. എൻ്റെ മനസ്സിലേക്ക്
കടന്നു വരുന്ന ഒരു കഥാപാത്രം 2022 ജനുവരി മാസം 4-ാം തീയതി, അതായത് ഇതേ മാസം 4-ാം തീയതി ഈ ലോകത്തോട് യാത്ര പറഞ്ഞ സിന്ധു തായ് തപ്കൽ. ഒരുപക്ഷെ നമ്മൾ മീഡിയയിലൂടെ വായിച്ചിട്ടുണ്ടാവും സിന്ധു തായിയെക്കുറിച്ച്. 2021 ഇന്ത്യൻ ഗവൺമെൻറ് പത്മശ്രീ കൊടുത്ത് സോഷ്യൽ വർക്ക് കാറ്റഗറിയിൽ ആദരിച്ച സ്ത്രീയാണ് സിന്ധു തായ്. 73-ാം വയസ്സിൽ കാർഡിയാക് അറസ്റ്റായിട്ട് ജനുവരി മാസം 4-ാം തീയതി ലോകത്തോട് യാത്ര പറഞ്ഞു. വാട്ട് വാസ് സിന്ധു തായ് നോൺ ഫോർ? 1948 ജനനം. മഹാരാഷ്ട്രയിലുള്ള വാർധ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു. വളരെ നിർധനരായ ഒരു കുടുംബത്തിൽ ജനിച്ചതൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ആ വില്ലേജിൽ വളരെയധികം പെൺകുട്ടികളുടെ ജനനത്തെ ഒട്ടും ആഘോഷിക്കപ്പെടാനൊരു സാഹചര്യത്തിൽ ഇവൾക്ക് ആദ്യം ചിന്തി എന്നാണ് അവർ പേരിട്ടത്. ചിന്തി എന്ന് പറഞ്ഞാൽ ടോൺ ക്ലോത്ത്, കീറത്തുണി എന്നാണ്. ഈ പെൺകുട്ടി നല്ല മിടുക്കി ആയിരുന്നത് കൊണ്ട് അവളെ 4-ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. എന്നാൽ അതിനുശേഷം പഠിപ്പിക്കുവാനുള്ള മാർഗമില്ല എന്ന് കണ്ടപ്പോൾ അവളേക്കാൾ 20 വയസ്സ് പ്രായാധിക്യമുള്ള ഒരു വ്യക്തിയുമായി ഈ വീട്ടുകാർ വിവാഹം കഴിച്ച് പറഞ്ഞയച്ചു. 10 വയസ്സുള്ള സിന്ധു, 30 വയസ്സുള്ള ഭർത്താവ്. പ്രതീക്ഷിച്ചിരുന്നത് പോലെ യാതൊരു വിധത്തിലും സന്തോഷകരമല്ലാത്ത കുടുംബജീവിതം. 9 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ നിസ്സാര ഒരു വഴക്കിൻ്റെ പേരിൽ അവളെ കാലുകൊണ്ട് തൊഴിച്ച് വീട്ടിൽ നിന്ന് ഭർത്താവ് ഇറക്കുന്നു. ആ രാത്രി ഒരു തൊഴുത്തിൽ എരുമയുടെയും പശുക്കളുടെയും ഇടയിൽ കിടന്നുകൊണ്ട് അവളുടെ പെൺകുട്ടിക്ക് അവൾ ജന്മം നൽകുന്നു. മമത എന്ന് പറയുന്ന പെൺകുട്ടി. ഈ കൈക്കുഞ്ഞുമായി സ്വന്തം ഭവനത്തിലേക്ക് സിന്ധു തായ് ചെല്ലുമ്പോൾ അവളുടെ വീട്ടുകാർ അവളെ ആട്ടി ഓടിക്കുന്നു. ഇനിയും നിന്നെ ഇവിടെ നോക്കാനോ നിന്റെ കുഞ്ഞിനെ കൂടെ പോറ്റുവാനോ ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഭിക്ഷയാചിച്ച് തൻ്റെ വയറും തൻ്റെ കുഞ്ഞിനെയും പോറ്റേണ്ടുന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സിന്ധു തായ് ഭിക്ഷാടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സിന്ധു തായ് തിരിച്ചറിയുന്നു ധാരാളം കുഞ്ഞുങ്ങൾ അനാഥരായി ഭിക്ഷയാചിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾ ഒരു തീരുമാനം എടുക്കുന്നു അവളുടെ കൈക്കുഞ്ഞുമായിട്ട്, ഇനിയും ഇവിടെ അനാഥരായ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അനാഥരായ കുഞ്ഞുങ്ങൾക്ക് ഞാനൊരമ്മയായി തീരും. 73-ാം വയസ്സ് വരെ, നിങ്ങൾ ഓർക്കണം, 10 വയസ്സ് മുതൽ 73-ാം വയസ്സ് വരെയും ഏകദേശം 1500ഓളം അനാഥരായ കുഞ്ഞുങ്ങൾക്ക് അമ്മയായി അറിയപ്പെട്ടവളാണ് സിന്ധു തായ് തപ്കൽ. ഇതിനിടയിൽ അനേകം ആദിവാസികളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടി അവരുടെ വോയിസായി നിൽക്കുകയും ഈ സ്ത്രീ ചെയ്തു. തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, തൻ്റെ വയറ് നിറഞ്ഞിട്ട് മറ്റൊരാളുടെ വയറ് നിറയ്ക്കാമെന്ന് കരുതിയിട്ടല്ല, തൻ്റെ നൊമ്പരങ്ങൾക്കിടയിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകണമെന്ന് വിചാരിച്ചതുകൊണ്ട് ഷീ വാസ് ഏബിൾ ടു ബി എ ബ്ലെസ്സിങ് ഇൻ ദ ലൈഫ് ഓഫ് മെനി പീപ്പിൾ. നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞിട്ട് എന്തെങ്കിലും നന്മ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ലൈഫ് ഈസ് വെരി ഷോർട്ട്. വളരെ ചെറുതാണ് നമ്മളുടെ ഈ ആയുസ് എന്ന് പറയുന്നത്. എന്ന് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് യുവർ സഫറിങ്. കഴിഞ്ഞ 2 വർഷങ്ങളായി ഈ കോവിഡിൻ്റെ മഹാമാരിയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പറയുന്നത് മുഴുവൻ ഈ സഫറിങ്ങിൻ്റെ കഥയല്ലേ? നമ്മൾ പങ്കുവെക്കുന്നത് മുഴുവൻ വേദനയുടെയും നൊമ്പരത്തിൻ്റെയും കാര്യങ്ങളല്ലേ? മരിച്ചവരുടെ കണക്കല്ലേ? രോഗം വന്നവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ? നമ്മുടെ മനസ്സിന് ഒരല്പം സന്തോഷം നൽകുന്നത് ഒന്നും തന്നെ പങ്കുവയ്ക്കാൻ പോലും ഈ നാളുകളിൽ നമുക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വാചകം പറയും, വരുന്നതെല്ലാം അനുഭവിക്കാനല്ലാതെ എന്താ വിധി, അല്ലേ? നമ്മൾ പലപ്പോഴും പറയും വരുന്നതെല്ലാം അനുഭവിക്കാൻ. എന്നാൽ ഈ അടിമ പെൺകുട്ടി നമ്മളെ പഠിപ്പിക്കുന്നു, വരുന്നതെല്ലാം അനുഭവിക്കാനല്ല, വരുന്നതെല്ലാം അനുഗ്രഹമാക്കി തീർക്കുവാനുള്ള വിളിയാണ് എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്നത്. വരുന്നതെല്ലാം അനുഭവിച്ചു തീർക്കാനല്ല, വരുന്നതെല്ലാം അനുഗ്രഹമാക്കി തീർക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ബട്ട് ഹി ഹാഡ് ലെപ്രസി എന്ന് നയമാനെക്കുറിച്ച് പറയുമ്പോൾ ബട്ട് ഷീ ബിക്കെയിം എ ബ്ലെസ്സിങ് ഇൻ ദ ഹൗസ് ഓഫ് നീമൻ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അത്തരത്തിലാണ് ആ അടിമയായ പെൺകുട്ടി ആ ഭവനത്തിൽ പ്രവർത്തിച്ചത്. എനിക്ക് ഈ ഒരു ഭാഗത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നൊരു കാര്യം, ഈ വീട്ടിലെ അടിമയായ പെൺകുട്ടിയാണ്. പക്ഷെ അവൾ അവളുടെ യജമാനത്തിയോട് പറയുകയാണ്, എൻ്റെ ദേശത്തുള്ള ഒരു പ്രവാചകനെ ചെന്ന് കണ്ടാൽ യജമാനന് സൗഖ്യം വരും. സാധാരണഗതിയിൽ അടിമകളായിരിക്കുന്നവരുടെ വാക്ക് വിശ്വസിക്കേണ്ട ഒരാവശ്യമൊന്നും യജമാനന്മാർക്കില്ല. എന്നാൽ ഷീ വാസ് ഏബിൾ ടു കൺവിൻസ് ഹർ മിസ്ട്രസ്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് തൻ്റെ യജമാനത്തിയുടെ ഹൃദയത്തിൽ അത്ര നല്ലൊരു സ്ഥാനം ലഭിച്ചത് കൊണ്ടാണ് ഈ പെൺകുട്ടി പറയുന്നതിന് വില കൊടുക്കുവാനായിട്ട് യജമാനത്തിക്ക് സാധിച്ചത്. അല്ലെങ്കിൽ നമുക്കതിനെ വേറൊരു വിധത്തിൽ പറയാം, യഹോവയായ ദൈവം യജമാനത്തിയുടെ ഹൃദയത്തിൽ ഇവക്കൊരു സ്ഥാനം കൊടുത്തു എന്ന് പറയാം. കാരണം ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഷണ്ഡാധിപനോട് ദാനിയേൽ പറയുന്നു, എന്നെയും എൻ്റെ കൂട്ടുകാരെയും രാജാവിൻ്റെ ഭോജനവും വീഞ്ഞും കൊണ്ടല്ല പച്ചക്കറിയൊക്കെ തന്ന് പോഷിപ്പിച്ചാൽ മതി. ഇവിടെ വ്യക്തമായിട്ടൊരു വാചകം ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, യഹോവ
ആ ഷണ്ഡാധിപൻ്റെ ഹൃദയത്തിൽ ഇവരോടൊരു ഫേവർ കൊടുത്തു എന്നാണ് പറയുന്നത്, ദാനിയേലിനോടും സുഹൃത്തുക്കളോടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടവും റീഫ്രേസ് ചെയ്ത് എഴുതിയിട്ടില്ലെങ്കിലും ഇങ്ങനെ വായിക്കാൻ സാധിക്കും, ഈ അടിമ പെൺകുട്ടിക്ക് യജമാനത്തിയുടെ ഹൃദയത്തിലൊരു സ്ഥാനം ദൈവം കൊടുത്തു. ഇനി അടുത്ത ഹൈറാർക്കി എന്ന് പറയുന്നത് യജമാനത്തിൽ ചെന്ന് യജമാനനെ കൺവിൻസ് ചെയ്യണം, അല്ലേ? നമ്മുടെ വീട്ടിൽ ഇസ്രായേലിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവൾ പറയുന്ന ഇന്നിടത്തൊരു പ്രവാചകനുണ്ട്. അത് എവിടെയാ? ശത്രു രാജ്യമായിരിക്കുന്ന ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, അവിടെ ചെന്ന് കണ്ടാൽ സൗഖ്യം വരും. സേനാപതിയാ, ആരുടെയും വാക്കിനൊന്നും വില കൽപ്പിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ ഇത് വിശ്വസിക്കാൻ തക്കവണ്ണം, ടു ബി കൺവിൻസ്ഡ്, ഗോഡ് ഇൻ്റർവീൻ ദേർ, ദൈവം അവിടെയും പ്രവർത്തിക്കുന്നു. ഇനി അതിൻ്റെ അടുത്ത ഹൈറാർക്കിയാണ് നയമാൻ ചെന്ന് രാജാവിനെ കൺവിൻസ് ചെയ്യണം. ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന എൻ്റെ വീട്ടിൽ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന അടിമയായ പെൺകുട്ടി പറയുന്നു, എൻ്റെ രോഗത്തിന് സൗഖ്യം ഇസ്രായേലിലെ ഒരു പ്രവാചകൻ്റെ അടുക്കലുണ്ട്. അവിടെ രാജാവ് വളരെ വേഗത്തിൽ ഒരു കത്തെഴുതി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഓർക്കും, ദൈവത്തിൻ്റെ കരമല്ലാതെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താ? നമുക്ക് ആ ദൈവത്തിൻ്റെ കരത്തെ ഒന്ന് ദർശിക്കുവാനായിട്ട് സാധിക്കണം. വായിച്ചു പോകുമ്പോൾ നമ്മൾ ഓർക്കും, അടിമ പെൺകുട്ടി, യജമാനത്തി, യജമാനൻ, രാജാവ്, കത്ത്, ഇസ്രായേൽ രാജാവ്, എലീശ പ്രവാചകൻ, ഇങ്ങനെ അങ്ങ് പോവുകയാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ കടന്നു പോകേണ്ടുന്ന ചലഞ്ചിങ് സിറ്റുവേഷൻസ് വളരെ വലുതാണ്. അവിടെയൊക്കെ ദൈവം തമ്പുരാൻ വാതിലുകളെ തുറന്ന് ഈ കത്തുമായിട്ട് നയമാൻ ധാരാളം സമ്മാനങ്ങളുമായിട്ട് ഇസ്രായേൽ രാജ്യത്തേക്ക് പോകുന്നു. ഒരു ഫാസ്റ്റ് ഫോർവേഡ് ഇവിടെ ചെയ്യുകയാണ്. വളരെ വേഗം 8-ാം വാക്യത്തിലേക്ക് നമുക്ക് വന്നിക്കാം. ഈ മനുഷ്യൻ ഇവിടുന്ന് അരാം രാജാവിൻ്റെ കത്തുമായി ഇസ്രായേൽ ദേശത്തേക്ക് ചെന്ന് ഇസ്രായേൽ രാജാവിൻ്റെ കയ്യിൽ ഈ കത്ത് കൊടുക്കുമ്പോൾ ദ റിയാക്ഷൻ ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. കാരണം ഇസ്രായേൽ രാജാവ് വിചാരിക്കുകയാണ് ഇത് യുദ്ധത്തിനുള്ള പുറപ്പാടാണ്, ഇത് വേറൊന്നിനും അല്ല. കാരണം ഒരു മനുഷ്യൻ്റെ കുഷ്ഠരോഗം സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ഞാൻ ആരാ? ദൈവമാണോ എന്ന ചോദ്യം ഇസ്രായേൽ രാജാവ് ചോദിക്കുന്നു. ഇവിടെ എലീശ പ്രവാചകൻ 9-ാം വാക്യത്തിൽ, 8-ാം വാക്യത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു, ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദൈവപുരുഷനായ എലീശ കേട്ടപ്പോൾ രാജാവിൻ്റെ അടുക്കൽ ആളയച്ചു. നീ വസ്ത്രം കീറിക്കളഞ്ഞത് എന്ത്? അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്നവൻ അറിയുമെന്ന് പറയിച്ചു. അപ്പോൾ ഇസ്രായേൽ രാജാവ് ഈ ഒരു ക്രൈസിസിൽ നിൽക്കുന്നുവെന്നറിയുമ്പോൾ എലീശ പ്രവാചകൻ്റെ രംഗപ്രവേശം അവിടെയാണ്. എന്തിനാണ് നീ വസ്ത്രം കീറിക്കളയുന്നത്? അവനെ എൻ്റെ അടുക്കലേക്ക് വിടുക. ഇനിയുമുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ നയമാൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 9-ാം വാക്യം, അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശയുടെ വീട്ടുവാതിൽക്കൽ വന്ന് നിന്നു. രാജാവ് പറഞ്ഞു വിടുകയാണ്, ഇന്ന സ്ഥലത്ത് എലീശ പ്രവാചകനുണ്ട്, അവിടെ ചെന്ന് നീ അവനെ കാണണം, നിന്റെ കുഷ്ഠരോഗത്തിന് സൗഖ്യമുണ്ടാകും. 10-ാം വാക്യം, എലീശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നിന്റെ ദേഹം മുൻപിലത്തെ പോലെയായി നീ ശുദ്ധനാകും എന്ന് പറയിച്ചു. എലീശ പ്രവാചകൻ എന്ത് മരുന്നാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഈ ഭാഗത്ത് പറയുകയാണ്. നീ ചെന്ന് യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക. അവിടെ 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മുൻപിലത്തെ പോലെ നിന്റെ ശരീരം യുവർ ഫ്ലെഷ് വിൽ ബി റെസ്റ്റോർഡ് ബാക്ക് എന്നാണ് പറയുന്നത്. മുൻപിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. അതിനെ നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ഫിസിക്കൽ ഹീലിങ്ങിനൊപ്പം തന്നെ ഒരു ക്ലെൻസിങ്ങും നിനക്ക് ആവശ്യമാണ്. നീ ശുദ്ധനാകേണ്ടുന്ന ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കറിയാം ഫിസിക്കലി എന്ത് അസുഖമാണ് നയമാൻ ഉണ്ടായിരുന്നത് നമുക്കറിയാം, കുഷ്ഠരോഗമാണ്. അപ്പോൾ നിൻ്റെ ഈ ഫ്ലെഷ്, നിൻ്റെ ഈ സ്കിന്നെല്ലാം ഇങ്ങനെ ആയിരിക്കുന്നതിന് നിനക്ക് തീർച്ചയായും സൗഖ്യം വേണം. എന്നാൽ യു ഓൾസോ നീഡ് എ ക്ലെൻസിങ് ഓഫ് ദ സോൾ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുന്നത്? ഇനിയുമുള്ള വാക്യങ്ങൾ കുറേ കൂടെ ശ്രദ്ധയോടുകൂടെ നാം കേൾക്കണം. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ച് പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തു വന്ന് അടുത്ത് നിന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി, ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഈ ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ് നയമാൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ. എന്തുകൊണ്ടാണ് നയമാൻ ഒരു ശുദ്ധീകരണം ആവശ്യമെന്നുള്ളതും ഈ വാക്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ എലീശ പ്രവാചകൻ പറയുന്നു, നീ യോർദാൻ നദിയിൽ ചെന്ന് 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കണം, നിന്റെ സ്കിൻ മുൻപിലത്തെ പോലെയാകും, നീ ശുദ്ധനാകുമെന്ന് പറയുന്നു. പക്ഷെ ഇമ്മീഡിയറ്റ്ലി നയമാൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് അവന് കോപം വന്നു. ഹി ബിക്കെയിം വെരി ആംഗ്രി. അവൻ കുപിതനായി അവിടെ നിന്ന് പോയി. ഹി വെന്റ് അവേ ഇൻ എ ഫിറ്റ് ഓഫ് റേജ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് ഇവിടെ നയമാൻ പറയുന്നത്? ഞാൻ വിചാരിച്ചു
എലീശ പ്രവാചകൻ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് എന്നെ തൊടുകയൊന്നും വേണ്ട, പക്ഷെ കുറഞ്ഞ പക്ഷം എനിക്ക് എവിടെ രോഗമുണ്ടോ ആ ഭാഗത്ത് അവിടെ ഒന്ന് കൈകൊണ്ടാട്ടി അവൻ്റെ ദൈവത്തെ വിളിച്ച് സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കണം. ഞാൻ വിചാരിച്ചു. I thought that the prophet would do all this. നമ്മുടെയൊക്കെ ജീവിതത്തിലെയും ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ വിചാരങ്ങളാണ്, നമ്മുടെ ചിന്തകളാണ്. ഞാൻ ഒരാളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നോ അതാണ് ഞാൻ അവരുമായുള്ള ബന്ധത്തെ നിശ്ചയിക്കുന്നത്. ഭർത്താവ് പറയും ഇങ്ങനെ, ഞാൻ വിചാരിച്ചു അവൾ എന്നെ മനസ്സിലാക്കുമെന്ന്, ഞാൻ വിചാരിച്ചു അവൾ എന്നെ കരുതുമെന്ന്. ഭാര്യ പറയും, ഞാൻ വിചാരിച്ചതുപോലെയല്ല ഈ മനുഷ്യൻ. പെണ്ണ് കണ്ടേച്ച് വന്നിട്ട് വീട്ടിലിരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല. നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം, നമ്മുടെ കോൺവെർസേഷൻസിൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഞാൻ വിചാരിച്ചു, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെയല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ബന്ധങ്ങളെ ഏറ്റവും അധികം നശിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ വിചാരങ്ങൾ, നമ്മളുടെ പ്രതീക്ഷകൾ, നമ്മളുടെ ചില ചിന്തകൾ. ഈവൻ ഫാമിലി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫാബ്രിക്കിനെ ഇല്ലാണ്ടാക്കുന്നത് ഈ വിചാരങ്ങളാണ്. നമ്മുടെ തോട്ട്സ് ഒത്തിരി ഡിസ്ട്രക്റ്റീവ് ആകുമ്പോൾ പലപ്പോഴും നമുക്ക് ലഭിക്കേണ്ടുന്ന അനുഗ്രഹങ്ങൾ പോലും ലഭിക്കാതെ പോകും. ഇവിടെ നയമാന് വ്യക്തമായ ചില പ്രതീക്ഷയുണ്ടായിരുന്നു, ഈ പ്രവാചകൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കണം. ഒന്ന് ഓർത്ത് നോക്കണം, ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഡെസ്പറേറ്റ് ആയിട്ടുള്ള നീഡാണ് ഈ കുഷ്ഠരോഗത്തിന് സൗഖ്യം വരണമെന്ന്. അങ്ങനെയാണ് പിന്നെ ഇനി ആരെന്ത് പറഞ്ഞാലും അതങ്ങ് ചെയ്താൽ പോരെ എന്ന് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ നമ്മളും ഇങ്ങനെ തന്നെയാണ്, നമ്മുടെ ഈഗോ ഇതിനൊന്നും അനുവദിക്കത്തില്ല. നയമാൻ്റെ മനസ്സിലുണ്ട്, അരാം രാജാവിൻ്റെ അടുത്ത് നിൽക്കുന്ന ആള്, എൻ്റെ രാജ്യത്തെ രാജാവിൻ്റെ സേനാപതിയാണ് ഞാൻ, എത്രയോ നേട്ടങ്ങൾ ഞാൻ കാരണം എൻ്റെ രാജ്യത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടേണ്ടുന്ന ഒരു ആദരവും റെസ്പെക്റ്റും ഒക്കെ ഉണ്ട്. കുറഞ്ഞ പക്ഷം ഈ മനുഷ്യൻ വീട്ടിൽ നിന്നിറങ്ങി എൻ്റെ രഥത്തിൻ്റെ അടുത്തെങ്കിലും വരണ്ടേ. സോ ഐ എം എക്സ്പെക്റ്റിംഗ് ദി അതർ പേഴ്സൺ ടു ബിഹേവ് ഇൻ എ സർട്ടൻ വേ. മറ്റൊരാൾ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരിക്കുന്നു, അതുപോലെ മറ്റൊരാൾ പെരുമാറിയില്ലെങ്കിൽ പിന്നെ എൻ്റെ കാര്യം പോക്കാം. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ ബോട്ടം ലൈൻ നമുക്കുള്ള ചില ചിന്തകളാണ് എല്ലാറ്റിനെയും പ്രശ്നമാക്കി തീർക്കുന്നത്. അത് കുടുംബ ബന്ധങ്ങൾ മാത്രമല്ല, നമ്മുടെ എല്ലാ മേഖലയിലും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം, ഞാൻ വിചാരിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും നമ്മുടെ തോട്ട്സാണ് ഏറ്റവും നെഗറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമായി തീരുന്നത്. ഏറ്റവും അധികം നെഗറ്റിവിറ്റി കൂടിയൊരു കാലഘട്ടമാണ് ഈ പാൻഡമിക്കിൻ്റെ സീസൺ. യാതൊരു പ്രത്യാശയില്ല, ഒരു നിശ്ചയവുമില്ല, നാളെ എന്താകുമെന്ന് അറിയത്തില്ല, മരിക്കുമോ എന്നറിയത്തില്ല, സിംറ്റംസ് വർദ്ധിക്കുമോ എന്നറിയത്തില്ല, കേസസ് കൂടുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആകുലതയും ആശങ്കയും ഒക്കെ ഒത്തിരി നെഗറ്റിവിറ്റി സ്റ്റെപ്പ് ഇൻ ചെയ്തൊരു സമയമാണിത്. നമ്മുടെ ചിന്തകളെ ഒന്ന് റീഫ്രെയിം ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. മറ്റുള്ളവരെ ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ, ഞാൻ വിചാരിക്കുന്നത് പോലെ, ഞാൻ ചിന്തിക്കുന്നത് പോലെ പെരുമാറണമെന്ന് നാം എന്നൊക്കെ വാശി പിടിച്ചിട്ടുണ്ടോ നമ്മൾ നിരാശരായിട്ടേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കിയാൽ മതി, നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ച്. ഞാൻ വിചാരിച്ചു അവനൊരു 2 സെൻറ്റ് കൂടി ഇങ്ങോട്ട് എഴുതുമെന്ന്. എന്തിനാ വിചാരിക്കാൻ പോയത്? ഇവിടെ നയമാന് പറ്റിയ കോപത്തിൻ്റെ കാരണം നയമാൻ വിചാരിച്ചു പ്രവാചകൻ ഇറങ്ങി വന്ന് പറയുമെന്ന്. നമ്മൾ ഓർത്ത് നോക്കണം, പ്രവാചകൻ തീർച്ചയായിട്ടും പ്രവാചകനാൽ ചെയ്യേണ്ടുന്ന കാര്യം ചെയ്തു. പക്ഷേ നയമാൻ വിചാരിച്ചതുപോലെ ചെയ്യാഞ്ഞതാണ് നയമാനെ കോപിതനാക്കിയത്. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ക്രോധത്തോടെ പോയി എന്നാണ് പറയുന്നത്. എനിക്ക് നിൻ്റെ സൗഖ്യമൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോകുന്നത് പോലെയാണ് നയമാൻ അവിടെ നിന്ന് പോകുന്നത്. എത്ര ഡെസ്പറേറ്റായി സൗഖ്യത്തിന് വേണ്ടി. ജീവിതത്തിൽ മറ്റെല്ലാം ഉണ്ട്, ബട്ട് ഹി ഹാഡ് ലെപ്രസി എന്ന് പറഞ്ഞ് തുടങ്ങുന്നിടത്ത് അത് മാത്രം ഒന്ന് മാറി കിട്ടിയിരുന്നെങ്കിൽ ഈ മനുഷ്യനെ സംബന്ധിച്ച് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായേനെ. പക്ഷേ എന്നിട്ടും ഇവിടം വരെ വന്നിട്ട് ഞാൻ വിചാരിച്ചതുപോലെ ഈ പ്രവാചകൻ പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ട് കോപത്തോടുകൂടെ മടങ്ങിപ്പോകുവാനായിട്ട് നയമാൻ ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. ഈ രാത്രിയിൽ നമുക്കും നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. എവിടെയാണ് നമുക്കും വീഴ്ച വന്നിട്ടുള്ളത്? നമ്മുടെയൊക്കെ ഉള്ളിലെ നൊമ്പരത്തിൻ്റെ പലപ്പോഴും കാരണം നമ്മുടെ ചിന്തകളാണോ, നമ്മുടെ വിചാരങ്ങളാണോ? നമ്മളെ നിരാശപ്പെടുത്തുന്നത് പലപ്പോഴും ഇത്തരത്തിൽ ടോക്സിക് ആയിട്ടുള്ള ചില തോട്ട്സാണോ നമ്മുടെ ഉള്ളിൽ? അങ്ങനെയാണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ഡീടോക്സിഫൈ ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. ബന്ധങ്ങളിൽ കുറേ കൂടിയൊക്കെ ട്രാൻസ്പെറൻസി വന്ന് നമ്മളുടെ വിചാരങ്ങളെയൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ടുന്നത് ആവശ്യമാണ്. കൂടെ തന്നിരിക്കുന്ന വ്യക്തിയെ ആയിരിക്കുന്നത് പോലെ അംഗീകരിക്കാൻ സാധിക്കാതെ ഞാൻ വിചാരിക്കുന്നത് പോലെ മറ്റേയാൾ പ്രവർത്തിക്കണം, സംസാരിക്കണം, പെരുമാറണം, പ്രതികരിക്കണം എന്നൊക്കെ നമ്മൾ വാശി പിടിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കുമോ? വന്നു കയറുന്ന മരുമക്കളെക്കുറിച്ച്
ഇൻലോസിനുള്ള ചിന്ത, മക്കളെക്കുറിച്ച് പേരൻസ് ഫ്രെയിം ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ ബന്ധങ്ങളിലും ഇതൊരു പക്ഷേ നമുക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നാം. ഞാൻ വിചാരിച്ചു എന്നിവിടെ നയമാൻ പറയുന്നത് പോലെ നമ്മുടെയൊക്കെ വിചാരങ്ങൾ കൊണ്ട് നമുക്ക് വന്നു പോയിരിക്കുന്ന നിരാശ എത്രത്തോളം വലുതാണ്. അവിടെ നിന്ന് മുൻപോട്ട് വായിക്കുമ്പോൾ എനിക്കിഷ്ടമുള്ളൊരു കാര്യം, നയമാൻ്റെ ഭൃത്യന്മാരാണ് ഇവിടുത്തെ അടുത്ത മെസ്സഞ്ചേഴ്സ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. നയമാൻ്റെ ഭൃത്യന്മാർ പറയുക, എന്തുവാ യജമാനനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഈ പ്രവാചകൻ വലിയൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ യജമാനൻ ചെയ്തേനെ. ഒന്ന് പോയി കുളിക്കാനല്ലേ പറഞ്ഞുള്ളൂ, അപ്പോൾ പിന്നെ നമുക്കത് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ദിസ് ഈസ് അനദർ തിങ് ദാറ്റ് മസ്റ്റ് ആക്ച്വലി മേക്ക് അസ് തിങ്ക് അബൌട്ട്. വലിയ കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യാൻ നമുക്കും ആവേശമാണ്, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്കും താല്പര്യമില്ല. എന്നാൽ വലിയൊരു കാര്യം പ്രവാചകൻ പറഞ്ഞിരുന്നെങ്കിൽ നീ ചെയ്തേനെ, അത് ഭൃത്യന്മാർ നയമാനോട് അവരുടെ യജമാനനോട് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നയമാനെ മനസ്സിലാക്കിയിട്ടാണ് ഈ ഭൃത്യന്മാർ അങ്ങനെ പറയുന്നത്. വലിയ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ നീ ചെയ്തേനെ, ഒരു ചെറിയ കാര്യം പറഞ്ഞപ്പോൾ നിനക്ക് ചെയ്യാൻ വയ്യ. നമ്മുടെ ജീവിതത്തിലും നമ്മളെയൊക്കെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാൽ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള വിശ്വസ്തതയാണ് ചെറുതും വലുതുമായുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മെ ഏൽപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ഹൃദയം പ്രസാദിക്കുന്നത്. വെൽ ഡൺ യു ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. അത് വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം കേൾക്കുവാനുള്ള വിളിയല്ല. 26ാമത്തെ ഭദ്രാസന കൺവെൻഷൻ, ഈ 3ാമത്തെ രാത്രിയിൽ നമ്മളിവിടെ കൂടി വന്നിരിക്കുമ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കണം, ചെറുതും വലുതുമായ എന്തോരം ദൗത്യങ്ങൾ ഇവിടെ പൂർത്തീകരിച്ചവരുണ്ടാവാം. അതുകൊണ്ടല്ലേ ഇത്ര മനോഹരമായി നമുക്ക് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ 6 മണിക്ക് ഈ കൺവെൻഷൻ തുടങ്ങുന്നതിന് മുൻപ് പ്രവർത്തിച്ച എത്രയോ പേര്, സൗണ്ട്, ലൈറ്റ്, നെറ്റിൻ്റെ കാര്യങ്ങൾ, ലൈവ് സ്ട്രീമിൻ്റെ കാര്യങ്ങൾ, എല്ലാ ചെറിയ കാര്യങ്ങൾ. ഈ ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ കൊണ്ടുവന്ന് വെച്ചതുപോലും ഒരു ശുശ്രൂഷയാണ് അല്ലേ. നമ്മൾ പലപ്പോഴും ചെറുതിനെ ഒന്നും കാണാതെ വലുതിനെ മാത്രം ദർശിക്കുവാനായി ഇഷ്ടപ്പെടുന്നവരാ. വലിയ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രം ക്രെഡിറ്റ് കൊടുക്കുന്നവരാ. എന്നാൽ ചെറുതിനെ ചെയ്യുന്ന ഇടത്താണ് വലുതിന് മഹത്വം ലഭിക്കുന്നതും ലഭിക്കേണ്ടുന്നതും. അതുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല നമ്മുടെ ഓരോരുത്തരുടെയും പുകഴ്ചയാകേണ്ടുന്നത്. ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തത പുലർത്തുവാനും അനുസരണയുള്ളവരായി ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ ഭൃത്യന്മാർ ആ ഒരു വലിയ സത്യം യജമാനനെ ഓർമ്മിപ്പിക്കുക. വലിയ കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞത്, ചെറിയ കാര്യമല്ലേ, നമുക്കൊന്ന് ചെയ്തുകൂടെ? ഏതായാലും കൊള്ളാം, അടിമ പെൺകുട്ടിയുടെ വാക്ക് വിശ്വസിച്ചു എന്ന് പറയുന്നത് പോലെ ഈ ഭൃത്യന്മാർ പറയുന്നതും ഈ കോപത്തോടിരിക്കുന്ന നയമാൻ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാകുന്നു. പലപ്പോഴും ദേഷ്യം വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ആങ്കർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇമോഷനാണ്. നമ്മുടെ തലയിലേക്ക് മറ്റാരെന്ത് പറഞ്ഞാലും കയറാത്തൊരു സമയമാണ് നമുക്ക് ദേഷ്യം വന്നിരിക്കുമ്പോൾ. എന്നാൽ ഈ ഭൃത്യന്മാർ പറയുന്നതിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ദൈവം നയമാൻ്റെ ഹൃദയത്തിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കണം. തൻ്റെ ആ നെഗറ്റിവിറ്റിയുടെ മധ്യത്തിലും നയമാൻ അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചു. എപ്പോഴും ഓർക്കണം, നമ്മുടെ ഹൃദയത്തെ മറ്റൊരാളൊരു കാര്യം പറയുമ്പോൾ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകളെ മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ ഒന്ന് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം ഒന്ന് നിർമ്മലമാക്കേണ്ടുന്നത് ആവശ്യമാണ്. 51-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം. 51-ാം സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ദാവീദ് രാജാവ് വളരെ ഹൃദയവേദനയോടുകൂടെ രചിച്ച സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, നിർമ്മലമായ ഒരു ഹൃദയം എൻ്റെ ഉള്ളിൽ നീ സൃഷ്ടിക്കണമേ. ദാറ്റ് ഈസ് എ വേർഡ് ദാറ്റ് ഐ റിയലി ലൈക്ക് ദെയർ. ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്. ക്രിയേഷൻ ആരുടെയാ? ദൈവത്തിൻ്റെയാ. അപ്പോൾ ദൈവത്തിനല്ലാതെ എൻ്റെ ഉള്ളിലെ ഹൃദയത്തെ നിർമ്മലമാക്കുവാൻ മറ്റാർക്കും സാധിക്കത്തില്ല. 51-ാം സങ്കീർത്തനം ദാവീദ് രാജാവ് രചിച്ചതിൻ്റെ പശ്ചാത്തലവും നമുക്കറിയാം. ബത്ശേബയുമായിട്ടുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ച് നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദ് രാജാവിനോട് വളരെ അതോറിറ്റേറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ കുറ്റബോധത്തിൽ മുങ്ങി നിൽക്കുന്ന ദാവീദ് രാജാവ് ഈ ഒരു സങ്കീർത്തനം രചിക്കുകയാണ്. അവിടെ ദാവീദ് രാജാവ് പറയാണ്, നിർമ്മലമായൊരു ഹൃദയം നീ എൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കണം, സ്ഥിരമായൊരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. റിന്യൂ യുവർ സ്പിരിറ്റ് വിത്തിൻ മീ, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്. അപ്പോൾ നിർമ്മലമായൊരു ഹൃദയം നമുക്കുണ്ടാകണമെന്ന് എപ്പോഴാണ് തോന്നൽ വരുന്നത്? പാപബോധമുണ്ടാകുമ്പോഴാണ് അല്ലേ. എൻ്റെ ജീവിതത്തിൽ പാപമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ മാത്രമേ ദൈവം തമ്പുരാനോട് പറയാൻ എനിക്ക് പറ്റത്തുള്ളൂ. ഒന്ന് സാനിറ്റൈസ് ചെയ്ത് വിട്ടേക്കണേ അല്ലേ, ഒരു നെഗറ്റിവിറ്റി ഇല്ലാതെ, ഒരു മോശമായതൊന്നുമില്ലാതെ ഒന്ന് സാനിറ്റൈസ് ചെയ്ത് എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് വൃത്തിയുള്ളതാക്കി തരണമേ. അവിടെ നിന്ന് നാം മുൻപോട്ട് വായിക്കുന്നു, പ്രവാചകൻ കൽപ്പിച്ചതുപോലെ ചെയ്യുവാനായി തയ്യാറാകുന്ന നയമാൻ.
ഇനിയും ഞാൻ അവിടുത്തെ അവസാനത്തെ വാക്യത്തിലേക്ക് പോവുക. 15-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. 15-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ വാക്യത്തിന് ആദ്യം തൊട്ട് വായിക്കാം. പിന്നെ അവൻ തൻ്റെ സകല പരിവാരവുമായി ദൈവപുരുഷൻ്റെ അടുക്കൽ മടങ്ങി വന്ന് അവൻ്റെ മുൻപാകെ നിന്നു. ഇസ്രായേലിലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് പറഞ്ഞു. എനിക്കൊരു കാര്യം നയമാനെക്കുറിച്ച് ഇഷ്ടപ്പെട്ടു. സൗഖ്യം കിട്ടിയ വഴിയെ അതുവഴി രഥം ഓടിച്ചങ്ങ് പോയില്ല. തിരിച്ച് മടങ്ങി വന്ന് ഈ പ്രവാചകൻ്റെ അടുത്ത് വന്ന് ഒരു വാക്ക് നന്ദി പറയുവാനും, നന്ദി പറഞ്ഞു എന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് എ പ്രൊക്ലമേഷൻ ഓഫ് ദ പവർ ഓഫ് ദ ലിവിങ് ഗോഡ്. ഭൂമിയിലെങ്ങും ഇസ്രായേലിലെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന നയമാനെ ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ആൻഡ് ദിസ് ഇസ് ദ ക്ലൈമാക്സ് ഓഫ് ദി ഇൻസിഡൻറ്റ്. എപ്പോഴും ഓർക്കുക, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇൻസിഡൻസിൻ്റെയും ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. എനിക്കിവിടെ ഇഷ്ടമുള്ളൊരു ഭാഗം ഇതാ. എലീശ പ്രവാചകൻ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, നീ കുഷ്ഠരോഗിയെ എൻ്റെ അടുക്കലോട്ട് വിട്, ഇസ്രായേലിലൊരു പ്രവാചകനുണ്ടെന്ന് അവൻ അറിയും. പക്ഷേ അതുക്കും മേലെ അറിഞ്ഞു ആരാ? നയമാൻ. ഇസ്രായേലിലൊരു പ്രവാചകനുണ്ടെന്നല്ല, ഭൂമിയിലൊരു ദൈവമുണ്ടെങ്കിൽ അത് ഇസ്രായേലിലെ ദൈവമാണെന്ന് നയമാൻ തിരിച്ചറിഞ്ഞു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ വിശ്വാസ സമൂഹമേ, ജീവിതത്തിൻ്റെ എല്ലാ ഇൻസിഡൻസിൻ്റെയും, ഒരുപക്ഷെ എല്ലാ ദിവസത്തിൻ്റെയും അവസാനം ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടുന്ന വലിയ സത്യം, ഭൂമിയിലെ എല്ലാ ശക്തിക്കും മേലെയുള്ളൊരു ശക്തിയെയാണ് ഞാനും നിങ്ങളും വിളിക്കുന്നതെന്നും അവൻ്റെ മഹത്വമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കാണപ്പെടുന്നതെന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ക്ലൈമാക്സ് ആയി തീരേണ്ടുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുക. നാമാൻ്റെയും അവൻ്റെ സൗഖ്യത്തിൻ്റെയും ഈ ഒരു ജേണിയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ചില സ്പിരിച്വൽ ഇൻസൈറ്റ്സ് മാത്രം ഒന്ന് ഷെയർ ചെയ്യുവാൻ ഞാൻ ഈ സമയത്ത് ആഗ്രഹിച്ചു. ഒന്ന്, ദൈവം തമ്പുരാൻ മുഖാന്തരമായി നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന വ്യക്തികളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. 1-ാം വാക്യത്തിൽ നാം വായിച്ചല്ലോ, അരാം രാജാവിന് സേനാപതിയായ നയമാൻ മുഖാന്തരം വിജയം നൽകിയതുകൊണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അനേകരെ ദൈവം മുഖാന്തരമായി നൽകുന്നുണ്ട്. ഒരുപക്ഷെ ആത്മീയമായി വളരുവാൻ ദൈവം മുഖാന്തരമായി പലരെയും നൽകുന്നുണ്ട്. നമ്മളെ പരിപോഷിപ്പിക്കുന്നതിൽ, നമുക്ക് വിദ്യാഭ്യാസം നൽകിയിട്ടുള്ളതിൽ, നമുക്ക് സന്തോഷം നൽകുന്നതിലൊക്കെ അനേകരെ മുഖാന്തരമായി ദൈവം തമ്പുരാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഇതാ, അരാം രാജാവിന് വിജയം നൽകുവാൻ നയമാനെ മുഖാന്തരമായി ഉപയോഗിച്ചു. എന്നാൽ നയമാൻ്റെ ജീവിതത്തിൽ സൗഖ്യം നൽകുവാൻ ഒരു അടിമ പെൺകുട്ടിയെ ദൈവം ഉപയോഗിക്കുന്നു. സീ ഹൗ ദ സൈക്കിൾ ഗോസ് ആൻഡ് ദാറ്റ് ഇസ് ഹൗ ഗോഡ് വർക്ക്സ്. അല്ലേ? ആരും പുകഴ്ചയെടുക്കണ്ട, അതാണ് ദൈവം തമ്പുരാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനേകരെ ദൈവം മുഖാന്തരമായി നൽകുന്നുണ്ട്. നമുക്കും അനേകരുടെ ജീവിതത്തിലെ സന്തോഷത്തിനും സമാധാനത്തിനും വിജയത്തിനും നേട്ടത്തിനും മുഖാന്തരമായി തീരുവാനായിട്ട് സാധിക്കണം. രണ്ടാമതായി ഈ ഭാഗം നമ്മോട് പറയുന്നു, ജോലിയല്ല ശുശ്രൂഷ മനോഭാവമാണ് നമുക്ക് ആവശ്യം. സന്തോഷത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. ഏത് മേഖലയിലും വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, IT ആയിക്കോട്ടെ, ടീച്ചിങ് ആയിക്കോട്ടെ, മെഡിക്കൽ ആയിക്കോട്ടെ, ഇനി ഇതൊന്നുമല്ല ചെറിയ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നുവെന്ന് പറയുന്നവർ പോലും ജോലിയല്ല ശുശ്രൂഷ മനോഭാവത്തോടുകൂടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇറ്റ് ഈസ് പ്യോർലി അവർ ചോയ്സ്. ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലൂടെ വേദനിച്ചും കരഞ്ഞും പരാതി പറഞ്ഞും പോകണോ, അതോ ആ വേദനയിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണോ? വരുന്നതെല്ലാം അനുഭവിക്കുവാനല്ല, വരുന്നതെല്ലാം അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവം തമ്പുരാൻ നൽകുന്ന അവസരത്തെ പാഴാക്കി കളയരുത്. നമ്മുടെ ചിന്തകളാണ് പല രോഗങ്ങൾക്കും കാരണം. ഫിസിക്കൽ ഹീലിംഗ് ഒരുപക്ഷെ നമുക്ക് പലർക്കും ആവശ്യമാണ്. ബട്ട് വി ഓൾസോ നീഡ് എ ക്ലെൻസിങ് ഓഫ് ദ സോൾ. ആത്മാവിൻ്റെ ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. കാരണം ഈ കാലഘട്ടങ്ങളിലുള്ള കൂടുതൽ രോഗങ്ങളും സൈക്കോസൊമാറ്റിക് ഇൽനെസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് കാണിക്കും, ബട്ട് പ്യോർലി ദ ഫാക്ടേഴ്സ് ആർ സൈക്കോളജിക്കൽ. മാനസികമായി നമ്മളെ അലട്ടുന്ന പല പ്രശ്നങ്ങളും ഇന്ന് ശാരീരികമായി നമ്മുടെ ശരീരത്തിൽ റിവീൽ ചെയ്യപ്പെടുന്ന രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് ഒരു ക്ലെൻസിങ് ഓഫ് ദ സോൾ നമുക്ക് ആവശ്യമാണ്. ആത്മാവിൻ്റെ ശുദ്ധീകരണം. എവിടെയാണ് എൻ്റെ ചിന്തകൾക്കൊരു മാറ്റം വരുത്തേണ്ടുന്നത്? എവിടെയാണ് ഞാൻ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ച് വെച്ചിരിക്കുന്ന ചിലതൊക്കെ ഒന്ന് വാർത്തുടയ്ക്കേണ്ടുന്നത്? ഈ ഒരു ഡീടോക്സിഫിക്കേഷൻ, ഒരു റീഫ്രെയിമിംഗ് ഓഫ് മൈ തോട്ട്സ് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഐ കനോട്ട് ബി ക്ലീൻ. എനിക്ക് ശുദ്ധനായി തീരാനോ ശുദ്ധയായി തീരാനോ സാധിക്കത്തില്ല എന്ന് നയമാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ ലാസ്റ്റ്ലി ഞാൻ ഒരു വാചകം കൂടെ പറഞ്ഞു നിർത്താം. ഗോഡ് യൂസസ് ഓർഡിനറി പീപ്പിൾ ടു ഫുൾഫിൽ എക്സ്ട്രാ ഓർഡിനറി പേർപ്പസസ്. ഇവിടെ ദൈവത്തിനൊരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, അരാം രാജ്യത്ത് ഈ ജീവനുള്ള ദൈവത്തെ അറിയിക്കണം. അതിന് ദൈവം ഉപയോഗിച്ചത് ആരെയാ? അവിടുത്തെ സേനാപതിയായ നയമാനെ.
നമുക്കിനി ഇതിൻ്റെ ബാക്കി ഭാഗം ചിന്തിക്കാവുന്നതേ ഉള്ളൂ, വചനത്തിൽ അത് എഴുതിയിട്ടില്ലെങ്കിലും. ഇവിടെ നിന്ന് നയമാൻ മടങ്ങി അരാം രാജ്യത്ത് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും രാജാവിനോടും തൻ്റെ ഭവനത്തിലുള്ളവരോടും തൻ്റെ ഭൃത്യന്മാരോടും ഒക്കെ ആരെക്കുറിച്ചാവും പറയുന്നത്? ഭൂമിയിലൊരു ദൈവമുണ്ടെങ്കിൽ അത് ഇസ്രായേലിലെ ദൈവമാണെന്ന് പറയുവാൻ നയമാൻ മടി കാണിച്ചിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ എക്സ്ട്രാ ഓർഡിനറി പേർപ്പസ് ഈവൻ ബിഹൈൻഡ് ഗിവിങ് നാമാൻ ലെപ്രസി എന്നോർത്തു. നയമാൻ ഈ കുഷ്ഠരോഗം കൊടുത്തതിൻ്റെ പിന്നിൽ പോലും ദൈവം തമ്പുരാൻ്റെ ഉദ്ദേശം എൻ്റെ നാമം ഇവനിലൂടെ മഹത്വപ്പെടണമെന്നുള്ളത്. അതുകൊണ്ട് ജീവിതത്തിലെ ചില രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോഴോർത്തോണം, ഹീ ഹാസ് ഗോട്ട് എൻ എക്സ്ട്രാ ഓർഡിനറി പേർപ്പസ് ടു ഫുൾഫിൽ ത്രൂ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലൂടെ എന്തോ അസാധാരണമായത് ചെയ്തു തീർക്കുവാൻ എൻ്റെ ദൈവത്തിനുണ്ട് എന്ന് വിശ്വസിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. ഓർഡിനറി പീപ്പിൾ ടു ഡു എക്സ്ട്രാ ഓർഡിനറി പേർപ്പസസ്. ഞാൻ വായിച്ചു കേട്ടിട്ടുള്ള ഒരു സംഭവം നിങ്ങളുമായി ഷെയർ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഓപ്പറേഷൻ ഔക്ക എന്ന് പറയുന്ന 1956 ഓപ്പറേഷൻ ഔക്ക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്താണ് ഓപ്പറേഷൻ ഔക്ക? 5 US മിഷണറീസ്, US നിന്ന് വളരെ ചെറുപ്പക്കാരായ 5 മിഷണറിമാർ, പല ജോലി ചെയ്തിരുന്നവർ ഒരു തീരുമാനമെടുക്കുന്നു. ഇക്വഡോർ എന്ന് പറയുന്ന സ്ഥലത്തെ വനാന്തരങ്ങളിൽ ജീവിക്കുന്ന ഒരു പ്രത്യേക തരം ട്രൈബിലുള്ളവരെ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയിക്കണം. ഈ ട്രൈബിലുള്ള മനുഷ്യരുടെ ജീവിത രീതി ഒന്ന് മനസ്സിലാക്കിയെങ്കിലേ അവിടേക്ക് കടന്നു പോകുവാൻ ഇവർ കാണിച്ച മാനസികാവസ്ഥയുടെ ധൈര്യത്തെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഔക്ക ഇന്ത്യൻസ് എന്നാണ് അവരെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ വവോദാനി ട്രൈബ് എന്നാണ് ഇന്ന് അവരെ പറയുന്നത്. അന്ന് അവരെ ഔക്ക ഇന്ത്യൻസ് എന്നാണ് പറയുന്നത്. ഈ മനുഷ്യർ ദേ വർ വെരി വെൽ നോൺ ഫോർ ദെയർ വയലൻസ് ബോത്ത് വിത്തിൻ ദെയർ കമ്മ്യൂണിറ്റി ആൻഡ് ഓൾസോ അഗൈൻസ്റ്റ് പീപ്പിൾ ഹു എൻറ്റർ ദെയർ ടെറിട്ടറി. അതായത് ഇവരുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ വളർന്നു വരുംതോറും, ചെറുപ്പം മുതലേ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആദ്യമേ തന്നെ കുന്തമാണ് കയ്യിൽ കൊടുക്കുന്നത്. പരസ്പരം കുത്തിക്കൊല്ലാനായി പഠിപ്പിക്കുന്ന ഒരു ട്രൈബൽ കൾച്ചറാണ് ഈ ഔക്ക ഇന്ത്യൻസിൻ്റെ. അതുകൊണ്ട് തന്നെ വളർന്നു വരുമ്പോൾ ഇവരിൽ ആരാണോ അല്പം ഫിസിക്കലി വീക്കായിട്ടുള്ളത് അവരെ എത്രയും വേഗം കൊന്നൊടുക്കുക എന്നുള്ളതാണ് ഈ ട്രൈബൽസിൻ്റെ ഏറ്റവും വലിയ വിനോദം. അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സെൽഫ് എക്സ്റ്റിങ്ഷനിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു ട്രൈബായിരുന്നു ഔക്ക ഇന്ത്യൻസ്. പുറത്തു നിന്ന് ആരെയും തന്നെ അവരുടെ ഐലൻഡിലേക്ക് അവർ പ്രവേശിപ്പിക്കത്തില്ല. എന്നാൽ ഈ 5 യങ്സ്റ്റേഴ്സ് ആയിരിക്കുന്ന മിഷണറീസ് 5 പേരാണ്: റോജർ യൗഡേറിയൻ, ജിം എലിയറ്റ്, നെയ്റ്റ് സെയിൻറ്റ്, എഡ് മക്കള്ളി ആൻഡ് പീറ്റർ ഫ്ലെമിംഗ്. ഈ 5 പേര് അവർ തീരുമാനിക്കുകയാണ് ഇക്വഡോറിലെ ഈ വനാന്തരങ്ങളിലുള്ള ഔക്ക ഇന്ത്യൻസിൻ്റെ ഇടയിലേക്ക് ചെന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പറഞ്ഞു പഠിപ്പിക്കുകയും അവരുടെ ഈ ഒരു ട്രൈബൽ കൾച്ചറിന് ഒരു മാറ്റം വരുത്തുകയും ചെയ്യണം. ഇതിൽ നെയ്റ്റ് സെയിൻറ്റ് എന്ന് പറയുന്നത് ഒരു മിഷണറി പൈലറ്റ് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് വളരെ എളുപ്പമായി അവരൊരു ചെറിയ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് ഈ ഐലൻഡിലേക്ക് യാത്ര തിരിക്കുകയാണ്. 5 പേരും വിവാഹിതരാണ്. വിവാഹം കഴിഞ്ഞിട്ട് അധിക നാളുകൾ പോലും ആയിട്ടില്ല. എന്നാൽ അവരുടെ ഭാര്യമാരും വളരെയധികം ആത്മീയ തീക്ഷ്ണതയുള്ളവരാണ്. ഈ 5 മിഷണറീസ് 1955 സെപ്റ്റംബർ മാസം ഈ ഐലൻഡിനടുത്തേക്ക് ഈ എയർക്രാഫ്റ്റിൽ ചെന്നു. അത് കഴിഞ്ഞ് ഇവരുമായി ഒരു റാപ്പോ ബിൽഡ് ചെയ്യണമെങ്കിലേ ഇവരുടെ ഐലൻഡിൽ ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം അത്ര ഡേഞ്ചറസ് ആണ് ഈ ട്രൈബൽ ആൾക്കാർ. അതുകൊണ്ട് ഇവർ കണ്ടുപിടിച്ച മാർഗം ഈ ഐലൻഡിന് മുകളിലൂടെ ഈ എയർക്രാഫ്റ്റ് പറപ്പിക്കുക. അവിടെ നിന്ന് പതിയെ ഈ എയർക്രാഫ്റ്റ് താഴ്ത്തിക്കൊണ്ട് അവർക്ക് ഗ്രീറ്റിങ്സ് പറയുക. പതിയെ ഈ ഒരു ആക്ടിവിറ്റി അവർ തുടർന്നു. പിന്നീട് അവർ ഈ എയർക്രാഫ്റ്റിൽ നിന്ന് ചെറിയൊരു ലാഡർ താഴേക്ക് ഇറക്കി അതിലൊരു കൊട്ടയെടുത്ത് അതിനകത്ത് ഈ ട്രൈബൽ ആൾക്കാർക്ക് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ സമ്മാനിക്കാൻ തുടങ്ങി. ജസ്റ്റ് ടു ബിൽഡ് എ റിലേഷൻഷിപ്പ് വിത്ത് ദീസ് ട്രൈബൽ പീപ്പിൾ. ഇത് കുറേ നാൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബൈ ദി എൻഡ് ഓഫ് ഡിസംബർ 1955 അവർ തീരുമാനിക്കുകയാണ് ഇനി നമുക്ക് ഈ ഐലൻഡിലേക്കൊന്ന് കാലുകുത്താം, ഇവരുമായി ഒരു ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷന് തയ്യാറാകാം. അങ്ങനെ 1955 എൻഡിൽ 1956 ആരംഭത്തിൽ ഇവരതിനൊരു ശ്രമം നടത്തുന്നു. അങ്ങനെ പതിയെ ഈ എയർക്രാഫ്റ്റ് കൊണ്ടുവന്ന് കുറേ ദൂരത്ത് ലാൻഡ് ചെയ്തു. ഇവർ 5 പേരും ആ എയർക്രാഫ്റ്റിൽ നിന്ന് ഇറങ്ങി താഴെ നിന്നു. ഈ ട്രൈബൽ ഈ വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് 1-2 പേര് ഇവരെ കാണുവാനായി ഇവരുടെ അടുക്കലേക്ക് വന്നു. അപ്പോൾ അവിടെ നിന്ന് 2 പേര് നടന്നു വരുന്നത് കണ്ടപ്പോൾ ഇവർ കരുതി ഇവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണെന്ന് ഓർത്ത് ഈ 5 യങ്സ്റ്റേഴ്സ് ഇവർ മുൻപോട്ട് നടന്നു. എന്നാൽ ഇവർ കുറച്ച് ചുവട്ടടി മുൻപോട്ട് നടന്നപ്പോഴേക്കും ഈ വനാന്തരങ്ങളിൽ നിന്നും അകത്ത് നിന്ന് ധാരാളം ഔക്ക ഇന്ത്യൻസ് പുറത്തേക്ക് വന്ന് ഈ 5 പേരെ കുന്തം കൊണ്ട് കുത്തി ആ ഐലൻഡിൽ കൊന്നു. ദേ വർ സ്പിയർഡ് ടു ഡെത്ത്. US-ലെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ വേൾഡിനെ വളരെയധികം ഷെയ്ക്ക് ചെയ്തൊരു സംഭവമാണിത്. ഇവരുടെ ഭാര്യമാർ ഇവരുമായി കോൺസ്റ്റൻറ്റ് ടച്ചിലായിരുന്നു. ഇന്നത്തെ കൂട്ടുള്ള സംവിധാനമൊന്നുമല്ല. എയർക്രാഫ്റ്റിൽ ഇവരുമായി കോൺടാക്റ്റ് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു.
1 2 ദിവസങ്ങളായി യാതൊരു കമ്മ്യൂണിക്കേഷനും വരാതായപ്പോൾ ഈ സ്ത്രീകൾ US ഇരുന്നു കൊണ്ട് തന്നെ പല മാർഗങ്ങൾ ഉപയോഗിച്ച് ഇവരെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. US ആർമിയൊക്കെ ഇടപെട്ട് ഈ ഐലൻഡിൽ വന്ന് നോക്കുമ്പോൾ ഈ 5 പേരുടെയും മൃതദേഹങ്ങൾ അവിടെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഈ 5 പേരുടെയും മരണം അതോടുകൂടെ സംഭവിച്ചു. നമ്മൾ ഓർക്കണം, ആത്മീയ തീക്ഷ്ണതയോടുകൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയിക്കുവാനായിട്ട് ഈ ഐലൻഡിലേക്ക് കടന്നുപോയ 5 മിഷണറിമാർ. ബട്ട് ദ ക്ലൈമാക്സ് ഓഫ് ദ സ്റ്റോറി ഈസ് നോട്ട് ദാറ്റ്. വിത്തിൻ ഫ്യൂ ഇയേഴ്സ് ഈ ജിം എലിയറ്റിൻ്റെ ഭാര്യ എലിസബത്ത് എലിയറ്റും നെയ്റ്റ് സെയിൻറ്റിൻ്റെ സിസ്റ്റർ റേച്ചൽ സെയിൻറ്റും ഈ ഔക്ക ഇന്ത്യൻസിൻ്റെ ഇടയിലേക്ക് കടന്നു ചെന്നു. അവരോടൊപ്പം അവരുടെ ശിഷ്ടകാലം ജീവിക്കുകയും ആ ട്രൈബിലുള്ളവരെയൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹം പഠിപ്പിക്കുകയും ആ ട്രൈബിലുള്ള അനേകരെ പാസ്റ്റേഴ്സായിട്ടും മിഷണറീസായിട്ടും മാറ്റിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ എക്സ്ട്രാ ഓർഡിനറി പർപ്പസിന് വേണ്ടി ഒരുപക്ഷെ ഈ 5 പേരുടെ ജീവിതം സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. ബട്ട് ഗോഡ് വാസ് ഏബിൾ ടു വിൻ ദ ഹോൾ ട്രൈബ് ഫോർ ഹിം ത്രൂ ദീസ് യങ്സ്റ്റേഴ്സ്. നമ്മളോർക്കും എന്തിനാണ്, എന്നാൽ ആ ഒരു ഹോൾ ട്രൈബിനെ കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ അവരുടെ ഒരു ഹിസ്റ്ററി മുഴുവൻ വായിക്കാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും മനോഹരമെന്ന് പറയുന്നത് ഈ നെയ്റ്റ് സെയിൻറ്റ് എന്ന് പറയുന്ന വ്യക്തിയെ കൊന്ന മിൻകെ എന്ന് പറയുന്ന ആളെ നേരിട്ട് കാണുവാൻ നെയ്റ്റ് സെയിൻറ്റിൻ്റെ മകനായിരിക്കുന്ന സ്റ്റീവ് സെയിൻറ്റ് അനേക വർഷങ്ങൾക്ക് ശേഷം ഈ ഔക്ക ഇന്ത്യൻസിൻ്റെ ഇടയിലേക്ക് ചെന്നു. അന്ന് ഈ മിൻകെയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്റ്റീവ് സെയിൻറ്റ് പറഞ്ഞ വാക്കാണ്, ഗോഡ് യൂസ്ഡ് ഓർഡിനറി പീപ്പിൾ ലൈക്ക് മൈ ഫാദർ ടു ഫുൾഫിൽ ഹിസ് എക്സ്ട്രാ ഓർഡിനറി പർപ്പസ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയ വളരെ സാധാരണക്കാരാണ് നമ്മളൊക്കെ. പക്ഷേ തമ്പുരാൻ നമ്മളെക്കുറിച്ചൊക്കെ വലിയ ഉദ്ദേശങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടിമയായി പിടിക്കപ്പെട്ടുകൊണ്ട് വന്ന പെൺകുട്ടി ധാരാളം വേദനകൾ ഉള്ളിൽ കൊണ്ട് നടന്നെങ്കിലും ഷീ ബിക്കേം എ ബ്ലെസ്സിങ് ഇൻ ദ ന്യൂ ഹൗസ് വെർ ഗോഡ് പ്ലേസ്ഡ് ഹർ. നമ്മളെയും ദൈവം ചിലപ്പോൾ പറിച്ച് പലയിടത്തും നടും. നമുക്ക് അത്ര സന്തോഷമൊന്നും കാണത്തില്ല. പക്ഷേ നിന്നെ എവിടെയാക്കിയിരിക്കുന്നോ അവിടെ ഒരു അനുഗ്രഹമായി തീരുവാൻ നിനക്ക് സാധിക്കണം. ശുശ്രൂഷ മനോഭാവമുള്ളവരായി ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി. ആൻഡ് ദ ക്ലൈമാക്സ് മസ്റ്റ് ബി ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഭൂമിയിൽ ഇസ്രായേലിലെ ദൈവം അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് നയമാൻ പറഞ്ഞതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പറയാൻ സാധിക്കണം, ദിസ് ഇസ് ദ പവർ ഓഫ് ദ ലിവിങ് ഗോഡ്. ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുവാൻ സാധിക്കുമ്പോഴാണ്. ഇവിടെ എലീശ പ്രവാചകനല്ല മഹത്വം കിട്ടിയത്, ദൈവത്തിനാണ് മഹത്വം കിട്ടിയത്. അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലെ ശുശ്രൂഷകളൊക്കെ ആയി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ